2025 മാർച്ച് 4 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ വൈദ്യുതി വിളക്കുകളുടെ വെള്ളി വെളിച്ചത്തിൽ പകലെന്ന പോലെ തെളിഞ്ഞ മൈതാനത്തിന് നടുവിലും ഡഗൌട്ടിലും ഇന്ത്യൻ താരങ്ങളുടെ ആർപ്പുവിളികളും ആഘോഷങ്ങളും. ഗാലറിയിൽ ഇന്ത്യൻ പതാകകളുടെ വർണ്ണശബളിമയും ആരാധകരുടെ കരഘോഷങ്ങളും. ആഘോഷത്തിന് മാറ്റുകൂട്ടാനെന്ന വണ്ണം ആകാശത്തേക്ക് ഉയർന്ന പൂത്തിരിയുടെയും മത്താപ്പൂവിൻ്റെയും വിഷ്വൽസിന് ശേഷം സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു കണ്ടു: ഇന്ത്യ ഇൻ ടു ദി ഫൈനൽ. അതെ, ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്ലാസിക് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ കലാശപ്പോരിനുള്ള ബർത്തുറപ്പിക്കാൻ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ത്യയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാമെന്ന കണക്കുകൂട്ടലിലെത്തിയ ഓസ്ട്രേലിയക്ക് ടോസിലെ വിജയം ഒരു ശുഭപ്രതീക്ഷ പോലെ തോന്നിക്കാണണം. ടോസ് നേടി ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഓസീസ് ബാറ്റിങ്ങിന് അത്രയും ദുഷ്കരമായ പിച്ചിൽ പൊരുതി തന്നെയാണ് സ്കോർ 265 എന്ന ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ പേസർമാരായ ഷമിയും ഹർദിക്കും ഒരു ദയവും കാണിക്കാതെ കണിശമായി പന്തെറിഞ്ഞതിൻ്റെ നേർത്തെളിവായിരുന്നു 9 പന്ത് നേരിട്ടിട്ടും ഒരു റൺസ് പോലും നേടാനാവാതെ കൂപ്പർ കൊനോലിയ ഷമിക്ക് വിക്കറ്റ് നൽകി സംപൂജനയായി മടങ്ങിയത്. നേരിട്ട 11 പന്തിൽ ഒരു റൺ മാത്രം നേടി പിച്ചിനെയും ഇന്ത്യൻ ബൗളർമാരെയും തികഞ്ഞ ബഹുമാനത്തോടെ നേരിട്ട ട്രാവിസ് ഹെഡ് കൊനോലി പുറത്തായതോടെ പതുക്കെ ഗിയറൊന്നു മാറ്റി. പിന്നീട് നേരിട്ടിട്ടുള്ള 25 പന്തുകളിൽ ഹെഡ് അടിച്ചെടുത്തത് 38 റൺസുകളാണ്. ഹെഡ് കത്തിക്കയറുന്നതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ അനിവാര്യമായൊരു ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവരുന്നു. ക്യാപ്റ്റൻ വിശ്വസിച്ചേൽപ്പിച്ച ആദ്യ പന്തിൽ തന്നെ ആളിക്കത്താൻ പാകത്തിൽ എരിഞ്ഞു തുടങ്ങിയിരുന്ന ഹെഡിനെ വരുൺ ചക്രവർത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കുന്നു. ശേഷം ഏറെ കരുതലോടെ ബാറ്റ് വീശിയ സ്റ്റീവ് സ്മിത്ത് മാർണസ് നെബുഷ്നയെയും ശേഷം ജോഷ് ഇംഗ്ലിസിനെയും കൂട്ടുപിടിച്ച് സ്കോർ ബോർഡിന് പതുക്കെ ജീവൻ നൽകിക്കൊണ്ടിരുന്നു. ഓസീസിന്റെ സ്കോർ 200-ന് 2 റൺസ് അകലെ നിൽക്കെ മുഹമ്മദ് ഷമിയുടെ സമർത്ഥമായൊരു ഇടപെടലിൽ സ്മിത്തും ഗാലറിയിലേക്ക് മടങ്ങുന്നു. ഷമിയുടെ ഫുൾ ടോസിൽ സ്മിത്തിന്റെ കുറ്റി ഇളകിത്തെറിക്കുമ്പോൾ ഓസീസ് സ്കോർ ബോർഡിലേക്ക് 73 റൺസായിരുന്നു സ്മിത്തിന്റെ സംഭാവന. ശേഷം വന്ന മാക്സ്വെൽ അക്സർ പട്ടേലിനെ സിക്സറിന് തൂക്കിയതോടെ മാക്സ്വെലിന്റെ താണ്ഡവമായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്ന ഭയം ഇന്ത്യക്കാരിൽ നിറയുന്ന മുമ്പേ തൊട്ടടുത്ത പന്തിൽ തന്നെ മാക്സ്വെലിനെ ബൗൾഡാക്കി അക്ഷർ പട്ടേൽ അപകടം ഒഴിവാക്കുന്നു. വാലറ്റക്കാരുടെ സംഭാവന കൂടി ചേർത്ത് വെച്ചതോടെ ഓസീസ് സ്കോർ 265. ബൗളിങ്ങിനെ നന്നായി തുണക്കുന്ന ബാറ്റിങ്ങിന് ദുഷ്കരമായ പിച്ചിൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ ഇതുതന്നെ ധാരാളമെന്ന പ്രതീക്ഷയിൽ ഓസീസ് ഇന്ത്യക്കെതിരെ ബൗൾ ചെയ്തു തുടങ്ങുന്നു. ക്യാപ്റ്റൻ രോഹിത്തും ഗില്ലും ഓപ്പൺ ചെയ്ത സ്കോർ ബോർഡ് 30-ലെത്തി നിൽക്കെ 8 റൺസുമായി ഗില്ലിന്റെ പുറത്താകൽ. അധികം താമസിയാതെ ക്യാപ്റ്റൻ രോഹിത്തും 28 റൺസിന് കീഴടങ്ങിയതോടെ ഇന്ത്യയൊന്ന് ഉലഞ്ഞു. ഇന്ത്യയുടെ മേൽ ആശങ്കയുടെ നിഴൽ പരന്നു. ഓസീസിന്റെ മുഖത്ത് ചിരിയും. ഇന്ത്യ തകർച്ച ഭയന്ന നേരത്ത് ഓസീസിന്റെ മനസ്സിൽ പഴയ സുഖമുള്ളൊരോർമ്മ നിറഞ്ഞു കാണണം. വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ സുഖമുള്ള ഓർമ്മ. ഓസീസിന് സുഖമായി തോന്നുന്ന ഇതേ ഓർമ്മ തന്നെ നീറ്റലായി പകയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ രോഹിത് മടങ്ങിയതിന് പിന്നാലെ ക്രീസിൽ വന്നു നിന്നിരുന്നു. മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കണ്ണിൽ തിളക്കവും ശരീരത്തിൽ ആത്മവിശ്വാസവും നിറച്ചൊരാൾ: വിരാട് കോഹ്ലി. ഇളകിത്തുടങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഇളക്കമില്ലാതെ വിരാടിന്റെ നിൽപ്പ് കണ്ടാലറിയാം അയാൾ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ്. ഇനിയൊരു മത്സരം കങ്കാരുകൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ തീരുമാനം. തൻ്റെ ശപഥം അയാൾ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ലോകം കാണുന്നത്. തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഒന്നുലഞ്ഞ ടീം ഇന്ത്യക്ക് അയാൾ പ്രതീക്ഷയുടെ പർവ്വതമായി മാറുകയായിരുന്നു. ശ്രേയസ് അയ്യരെ കൂടെ നിർത്തി സിംഗിളും ഡബിളുമായി വിക്കറ്റുകൾക്കിടയിൽ നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ആ കൂട്ടുകെട്ട് ഇന്ത്യൻ സ്കോർ ബോർഡ് പതുക്കെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. കോഹ്ലി ഗ്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാലുള്ള അപകടം നന്നായി അറിയുന്ന ഓസീസ് ക്യാപ്റ്റൻ അയാളെ വീഴ്ത്താൻ തൻ്റെ കയ്യിലുള്ളതെല്ലാം മാറി മാറി പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഞാനും കൂടെ വീണുപോയാൽ വേൾഡ് കപ്പിലെ പൊള്ളുന്ന അനുഭവം ഒരിക്കൽ കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന ബോധ്യം നന്നായുണ്ടായിരുന്നു വിരാട്. അന്നത്തേതിന് പകരം ചോദിച്ചിട്ടേ മടങ്ങൂ എന്ന വാശിയിലായിരുന്നു. പതിയെ നീങ്ങിയ സ്കോർ ബോർഡിന് വേഗത കൂട്ടാനുള്ള അയ്യരുടെ ശ്രമം ആദം സാംപൈ നിർവീര്യമാക്കിയതോടെ 62 പന്തിൽ 45 റൺസ് നേടിയ അയ്യർ മടങ്ങുന്നു. അപ്പോഴേക്കും 3-ാം വിക്കറ്റിൽ വിരാടും അയ്യറും ചേർന്ന് 91 റൺസ് ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്ത് കഴിഞ്ഞിരുന്നു. നിലച്ചു പോകുമെന്ന് ഭയന്ന ഇന്ത്യയുടെ ശ്വാസം തിരിച്ചു നൽകിയ കൂട്ടുകെട്ടായിരുന്നു അത്. തൊട്ടു പിന്നാലെ എത്തിയ അക്ഷർ പട്ടേലിന് ആക്രമണത്തോടായിരുന്നു താൽപര്യം. പട്ടേലിനെ അടിക്കാൻ വിട്ടിട്ട് മറുതലക്കൽ വിരാട് ക്ഷമയോടെ നിന്നു. 27 പന്തിൽ 30 റൺസോടെ കത്തുന്ന ഫോമിൽ നിന്നിരുന്ന അക്ഷറിന്റെ ഓഫ് സ്റ്റംപ് തെറിപ്പിച്ച നഥൻ എല്ലിസിന് പക്ഷേ അമിതമായ ആഘോഷമുണ്ടായിരുന്നില്ല. കാരണം വിരാട് അപ്പോഴും ക്രീസിലുണ്ട്. അക്ഷറിന് പിറകെ വന്ന രാഹുലിനും അക്ഷറിന്റെ അതേ നിലപാട് തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് വീഴാതെ വിരാടുണ്ടെന്ന കോൺഫിഡൻസിൽ അയാളുടെ അകമഴിഞ്ഞ സപ്പോർട്ടോടെ രാഹുൽ ആക്രമിച്ച് കളിക്കുകയും വിരാട് വളരെ ശ്രദ്ധയോടെ അഗ്രഷനേതുമില്ലാതെ പതുക്കെ റൺസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരുന്നു. ആടിയുലഞ്ഞ ഇന്ത്യയെ പതുക്കെ വിരാട് വിജയതീരത്തിലേക്ക് അടുപ്പിക്കുന്ന
ആഘോഷിക്കുന്നത് കണ്ട് ഓസീസിന്റെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന ചിരിയെല്ലാം മാഞ്ഞു. ഗ്രൗണ്ട് ഏത് തന്നെയായാലും, എതിരാളികൾ ആര് തന്നെയായാലും, പിച്ചിന്റെ സ്വഭാവവും മത്സരത്തിന്റെ സമ്മർദ്ദവും എങ്ങനെ തന്നെയായാലും റൺ ചേസുകളിൽ വിരാടെന്ന ചേസിംഗ് മാസ്റ്ററെ വട്ടം പിടിക്കാൻ എളുപ്പമല്ലെന്ന് ഓസീസിന് നന്നായി ബോധ്യപ്പെട്ടു കാണണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപാരമായ ഊർജ്ജം ബാറ്റിലേക്ക് പ്രവഹിക്കുന്ന വിരാടിന്റെ മറ്റൊരു ഐതിഹാസിക സെഞ്ചുറി 16 റൺസ് അകലെ മാത്രം സ്വപ്നം കണ്ടിരിക്കെ പൊടുന്നനെയാണ് സാംബെ എല്ലാവരെയും ഞെട്ടിച്ചത്. 84 റൺസിൽ നിൽക്കവേ സാംബയുടെ ഒരു ബോളിനെ പിഴവെന്ന് തോന്നിച്ച രീതിയിൽ ഒന്ന് സ്പർശിച്ചതോടെ വിരാട് പുറത്ത്. മനോഹരമായൊരു ഇന്നിംഗ്സിലെ ആദ്യ പിഴവ്. മുങ്ങിപ്പോകുമായിരുന്ന ഇന്ത്യയെ കൈപ്പിടിച്ചുയർത്തി വിജയതീരത്തിലേക്ക് അടുപ്പിച്ച പോരാളിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. തകർന്നു പോകുമായിരുന്ന ടീമിനെ വീഴാതെ പോരാട്ടത്തിൽ സജീവമായി തന്നെ നിർത്തി വിജയത്തിന് തൊട്ടരികിലെത്തിച്ച് ഡക്കൌട്ടിലേക്ക് തിരിച്ചെത്തിയ വിരാടിന്റെ മുഖത്ത് കടുത്ത നിരാശ പ്രകടമായിരുന്നു. അത് പക്ഷേ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട സെഞ്ചുറിയെക്കുറിച്ച് ഓർത്തിട്ടല്ല. വേൾഡ് കപ്പിൽ ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിച്ച, കരയിപ്പിച്ച ഓസ്ട്രേലിയക്കുള്ള മധുര പ്രതികാരമാകാൻ പോകുന്ന ഈ വിജയത്തിലേക്കുള്ള അവസാന റൺ തൻ്റെ ബാറ്റിൽ നിന്ന് നൽകി പ്രതികാരത്തിന് മാറ്റുകൂട്ടാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം. ഏതായാലും നടുക്കടലിൽ മുങ്ങിപ്പോകുമായിരുന്ന കപ്പൽ വിരാട് വിജയതീരത്തിന് തൊട്ടടുത്തുവരെ എത്തിച്ചത് ഒന്ന് വലിച്ച് തീരമടുപ്പിക്കുന്ന പണി ഹർദിക് പാണ്ഡ്യ ഭംഗിയായി പൂർത്തീകരിച്ചതോടെ കലാശപ്പോരിന് ടിക്കറ്റ് ഉറപ്പിച്ച് ആരാധകർ ആഘോഷം തുടങ്ങി. അന്നത്തെ തോൽവിക്കുള്ള മധുര പ്രതികാരമെന്നോണം ടീം ഇന്ത്യയും. തോൽവിയിൽ മനം നൊന്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന ഓസീസ് താരങ്ങളെ നോക്കി ഗാലറിയിൽ ആളുകൾ എഴുന്നേറ്റ് നിന്നു. ആരവങ്ങൾക്കിടയിൽ തല ഉയർത്തി ചേസിംഗ് മാസ്റ്റർ വിരാടും.